ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അൺഫിൽറ്റേർഡ് വൈഷ്ണവി. ഇത് എൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. ഇങ്ങനെ ക്യാമറ നോക്കി സംസാരിച്ച് എനിക്ക് അത്ര അങ്ങോട്ട് ശീലമില്ല. ആൻഡ് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ആദ്യം തന്നെ ആ ഒരു ജാമ്യം എടുത്തുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സോ ഞാൻ ഇന്നിവിടെ എൻ്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് പറയാനാണ്. അതിനോടൊപ്പം തന്നെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ കൂടെ അതുപോലെയാണ് ഞാനിവിടെ ഈ ഒരു വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത്. സോ എന്നെ അറിയാത്ത ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ടാവാം. അപ്പോൾ ഞാൻ വൈഷ്ണവി. ഇപ്പോൾ ഞാൻ എറണാകുളത്താണ് സെറ്റിൽ ആയിട്ടുള്ളത്. എൻ്റെ സ്വന്തം നാട് പന്തളത്താണ്. ഞാൻ മാരീഡ് ആണ്. 1 year ആവുന്നേ ഉള്ളൂ കല്യാണം കഴിഞ്ഞിട്ട്. ഹസ്ബൻഡിന്റെ പേര് അഭിരാം എന്നാണ്. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ വർക്ക് ചെയ്യായിരുന്നു. ഇപ്പോൾ ഞാൻ തൽക്കാലം ജോലി വെച്ചിട്ട് ഞാൻ കുറച്ച് എൻ്റെ ലക്ഷ്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. ആൻഡ് അതൊക്കെ നമുക്ക് വഴിയെ പറയാം. എൻ്റെ വീട്ടിൽ ഉള്ളത് അമ്മ, അപ്പൂപ്പൻ, അമ്മമ്മ. ഞാൻ ഒറ്റമോളാണ്. ആൻഡ് എൻ്റെ ഹസ്ബൻഡിന്റെ വീട്ടിൽ ഹസ്ബൻഡിന്റെ അമ്മ, അച്ഛൻ, അനിയത്തി, അതുപോലെ അമ്മമ്മ, അപ്പച്ചി, ചിറ്റപ്പൻ, അങ്ങനെ ചേട്ടന്മാർ, അങ്ങനെ വലിയൊരു ഫാമിലിയാണ്. ചേട്ടൻ്റെ ഭാര്യ, കുഞ്ഞൊക്കെ ഉണ്ട്. അങ്ങനെ അവിടെ വലിയൊരു ഫാമിലിയാണ്. ആൻഡ് മറക്കാതെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് നോട്ടിഫിക്കേഷൻസ് ടേൺ ഓൺ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ മൊത്തം കാണാൻ ശ്രമിക്കുക. സോ എനിക്ക് ഇവിടെ പറയാനുള്ളത് എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് ആണ്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ. ഇപ്പം അറിയുന്ന പലർക്കും എന്നെ ഈ ഒരു എന്താ പറയാ, ഇപ്പൊ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒരു പക്ഷെ അറിയുന്നുണ്ടാവില്ല, അറിയത്തില്ലായിരിക്കും. കാരണം ഇപ്പോഴുള്ള എൻ്റെ ഒരു എഡ്യൂക്കേഷൻ സ്റ്റാറ്റസ് വെച്ചിട്ട് ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് എനിക്ക് ഉണ്ടെന്നുള്ളത് പ്രതീക്ഷിക്കില്ലായിരുന്നു. പക്ഷെ എനിക്ക് ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ എൻ്റെ ഈ ഒരു ഫസ്റ്റ് ലോങ് വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യണമെന്ന് ഒരു നിർബന്ധം ഉണ്ടായിരുന്നു. കാരണം ആ ഒരു ഇൻസിഡന്റ് ആണ് എൻ്റെ ലൈഫിലെ പ്രധാനപ്പെട്ട ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയാൻ പറ്റുന്നത്. എൻ്റെ ലൈഫിൽ ഏതൊരു കാര്യം, എന്തൊക്കെ തടസ്സങ്ങൾ, എന്തൊക്കെ തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ വരുന്ന സമയത്തും എൻ്റെ ഈ ഒരു സിറ്റുവേഷൻ ഞാൻ ലൈഫിലൂടെ ഫേസ് ചെയ്തു, അല്ലെങ്കിൽ ഇത് ഞാൻ കടന്നു വന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ മോട്ടിവേഷൻ. ഏതൊരു മനുഷ്യരും മറ്റുള്ള പറയുന്ന കുറെ കോട്ട്സും അതിനപ്പുറത്തേക്കൊക്കെ എനിക്ക് എൻ്റെ ലൈഫിൽ നിന്ന് തന്നെ എടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ മോട്ടിവേഷനാണിത്. അപ്പോൾ ഒരു പക്ഷേ ഞാൻ നിങ്ങളോട് ഇത് പറയുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്കും ഒരാൾക്കെങ്കിലും ഒരു മോട്ടിവേറ്റഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ അത് ഒത്തിരി സന്തോഷമാവും. അതിനപ്പുറത്തേക്ക് ഞാൻ എന്താണ്, ഞാൻ ഇപ്പോഴത്തെ ഞാനായി എന്നുള്ളത് ഈ ഒരു കാര്യത്തിലൂടെ മാത്രമേ എനിക്ക് പറഞ്ഞു തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ആദ്യത്തെ വീഡിയോ ആയിട്ട് തന്നെ ഇവിടെ പോസ്റ്റ് ചെയ്യണം, എനിക്ക് എൻ്റെ വ്യൂവേഴ്സിനോട് ഇത് പറയണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹം കൂടെ ആയിരുന്നു. എനിക്ക് അങ്ങനെ ഇക്കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പൺ, ഞാൻ എന്താണോ അത് ഞാനായിട്ട് തന്നെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പൺ പ്ലേസ് ആയിട്ടാണ്, ഒരു ലിറ്റിൽ സ്പേസ് ഓഫ് ഇന്റർനെറ്റ് ആയിട്ടാണ് ഞാനിതിനെ കാണുന്നത്. അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെ ഷോർട്ടായിട്ട് ഞാൻ പറയാൻ ശ്രമിക്കാം. ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് സ്റ്റോറീസ് ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക്. പക്ഷേ ഏറ്റവും മാക്സിമം ഒരു ചെറിയ കുട്ടി സമ്മറൈസ്ഡ് വേർഷൻ ആയിരിക്കും ഞാൻ പറയാൻ പോകുന്നത്. ആൻഡ് തംബ്നെയിൽ കണ്ട പോലെ ആൻഡ് ടൈറ്റിൽ, എസ്പെഷ്യലി ടൈറ്റിൽ കണ്ട പോലെ, അത് കണ്ടിട്ടായിരിക്കും നിങ്ങൾ പലരും ഇവിടെ എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്നൊക്കെ അറിയാനായിരിക്കും നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടുണ്ടാവുക. അപ്പോൾ ശരിക്കും ആൻഡ് യു ഹേർഡ് ഇറ്റ്സ് റൈറ്റ്, ഞാൻ 11th ഫെയിൽ ആയിട്ടുണ്ട്. അതിൽ നിന്നാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്ന എന്തെങ്കിലും ഒരു ശതമാനത്തിൽ എൻ്റെ ലൈഫിൽ ഞാൻ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും എനിക്ക് അന്നത്തെ ആ ഒരു ലൈഫിലെ ടേണിംഗ് പോയിന്റ് കൊണ്ടായിരുന്നു. 2017 ഞാൻ 10th പാസ് ഔട്ട് ആയത്. ഞാൻ കേന്ദ്രീയ വിദ്യാലയത്തിലാണ് പഠിച്ചത്. ഞാൻ KV സ്റ്റുഡന്റ് ആയിരുന്നു. ആൻഡ് എൻ്റെ അമ്മമ്മയുടെ ആഗ്രഹമായിരുന്നു KV പഠിക്കണം. അമ്മമ്മയുടെ 2 മക്കൾ, അതായത് എൻ്റെ അമ്മയും എൻ്റെ അമ്മയുടെ അനിയത്തി കുഞ്ഞമ്മയും KV അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ KV പഠിക്കണം. KV അഡ്മിഷൻ കിട്ടാൻ അറിയാമല്ലോ, നമ്മൾ ആർമിയിലുള്ള സോൾജേഴ്സിന്റെ മക്കൾക്കും അതുപോലെ തന്നെ എൻട്രൻസ് എഴുതിയിട്ടുമാണ് KV അഡ്മിഷൻ കിട്ടുക. അപ്പൊ ഞാൻ 2nd സ്റ്റാൻഡേർഡിലാണ് KV വരുന്നത്. അങ്ങനെ KV എൻട്രൻസ് എഴുതി നല്ല മാർക്കോടുകൂടി എൻട്രൻസ് എഴുതി പാസ്സായി അവിടെ കയറി. അങ്ങനെ ഞാൻ 10th വരെ ഒരു അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആയിരുന്നു. മാത്സ് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അത് അന്നും ഇന്നും എന്നും എന്നെ ഹോണ്ട് ചെയ്യുന്ന ഒരു സബ്ജക്ട് മാത്സ് ആണ്. അത് ഒരുപാട് പേർക്ക് അങ്ങനെ ഉണ്ടാവാം. മാത്സ് ഇപ്പോഴും ഒരു നൈറ്റ് മെയർ ആയിട്ടുള്ള, ഒരു പേടി സ്വപ്നം ആയിട്ടുള്ള ഒരുപാട് പേരുണ്ടാവാം. അതിലൊരാളാണ് ഞാൻ. മാത്സ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. എൻ്റെ അമ്മയുടെ അനിയത്തി കുഞ്ഞമ്മയൊക്കെ എല്ലാവരും ഒരു ആർട്സ് ഫീൽഡാണ്. അമ്മമ്മയും എല്ലാവരും ആർട്സ് ഫീൽഡാണ്. എനിക്ക് കുറച്ചും കൂടി ക്രിയേറ്റീവ് അല്ലെങ്കിൽ ഒരു ആർട്സ് ഹ്യൂമാനിറ്റീസ് ഫീൽഡിനോടാണ് കൂടുതൽ താല്പര്യം. അപ്പോൾ അങ്ങനെ ഞാൻ 10th വരെ പഠിച്ചു, നല്ല രീതിയിൽ പഠിച്ചു. മാത്സിന് മാർക്ക് കുറവായിരുന്നു, പക്ഷെ മാത്സ് അത്യാവശ്യം 10th ഞാൻ ഇമ്പ്രൂവ് ചെയ്ത് പഠിച്ചിരുന്നു. അങ്ങനെ ഒരു വിധത്തിൽ മാത്സ് ഒഴിവാക്കണം +1 +2 ഇല്ലെങ്കിലും എന്ന് വിചാരിച്ചിരിക്കുമ്പോഴായിരുന്നു ഞാൻ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് എക്സാം ഒക്കെ എഴുതി 88% ഉണ്ടായിരുന്നു മാർക്ക്. അത് കഴിഞ്ഞ് 11th കയറുമ്പോൾ ഞാൻ ഈ എക്സാം എഴുതി അലോട്ട്മെന്റ് വരുമല്ലോ, നമ്മൾ ഈ ലിസ്റ്റ് ഇടും. KV നമുക്ക് 11th ലിസ്റ്റ് ഇടും. 11th ലിസ്റ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് 11th അഡ്മിഷൻ കിട്ടി. അവിടെ തന്നെ പഠിച്ചാണ്ട് എനിക്ക് അഡ്മിഷൻ കിട്ടാൻ പാടുന്നുണ്ടായിരുന്നില്ല 11th. അങ്ങനെ ഞാൻ അവിടെ 11th ജോയിൻ ചെയ്തു. 11th അവിടെ സയൻസിലാണ് ജോയിൻ ചെയ്തത്. അതാണ് ഞാൻ എടുത്ത ലൈഫിലെ ഏറ്റവും വേഴ്സ്റ്റ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ. ബിക്കോസ് വേഴ്സ്റ്റ് ഡിസിഷൻ ഇൻ ദ സെൻസ് ആ സമയത്ത് ഒരു വേഴ്സ്റ്റ് ഡിസിഷൻ ആയിരുന്നു. പക്ഷെ പിന്നീട് ഞാൻ ആലോചിക്കുമ്പോൾ അതൊട്ടും ഒരു വേഴ്സ്റ്റ് ഡിസിഷൻ അല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ലൈഫിൽ അങ്ങനെ എനിക്കൊരു ഡിസാസ്റ്റർ സംഭവിച്ചതും ആ ഡിസാസ്റ്ററിൽ എനിക്കൊരു ബ്യൂട്ടിഫുൾ ലൈഫ് ഈശ്വരൻ സമ്മാനിച്ചത് എനിക്ക് അതുകൊണ്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആൻഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ മെയിനായിട്ടും 11th സയൻസ് അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചത്, ഒന്ന് എനിക്ക് സ്റ്റേറ്റിലോട്ട് പോകാൻ ഭയമായിരുന്നു. സ്റ്റേറ്റിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര പിള്ളേരൊക്കെ ഭയങ്കര അലമ്പായിരിക്കും.
ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ മോശമായി പോകും, എന്റെ സ്റ്റാൻഡേർഡ് എന്തോ കുറഞ്ഞു പോകും, അങ്ങനെ എന്തൊക്കെയോ ഭയങ്കരമായ തെറ്റിദ്ധാരണകളായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ട് പോകാനേ തയ്യാറായില്ല. അത് ഒരു കാരണം. രണ്ടാമത്തെ കാരണം എന്റെ ഫ്രണ്ട്സും എന്റെ കംഫർട്ട് സോണും ആയിരുന്നു. എന്റെ ഫ്രണ്ട്സ് അവിടെ തന്നെ നിൽക്കുമെന്ന് വിചാരിച്ചു. പിന്നെ എന്റെ കംഫർട്ട് സോൺ, ഇത്രയും നാൾ പഠിച്ചൊരു സ്കൂള്, ആ എൻവയൺമെന്റ്, ടീച്ചേഴ്സിനെയൊക്കെ വിട്ടു പോകാൻ ഭയങ്കരമായ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ 10th വരെയുള്ള ടീച്ചേഴ്സ് മാറും, 11th ആൻഡ് 12th ഡിഫറെന്റ് ടീച്ചേഴ്സ് ആയിരിക്കും. അപ്പം പതിയെ ഞാൻ 11th ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴാണ് അതിനേക്കാളും വലിയ ട്രാജഡി സംഭവിക്കുന്നത്. എന്റെ 4 ഫ്രണ്ട്സ് ആയിരുന്നു എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട് ഉണ്ടായിരുന്നത്. അതിൽ ഒരാൾ സ്റ്റേറ്റിൽ പോയായിരുന്നു, ആൻഡ് 2 പേര് അവിടെ തന്നെ തുടർന്നുണ്ടായിരുന്നു. അതിൽ ബയോ ഹിന്ദിയാണ് ഞാൻ സ്ട്രീം ചൂസ് ചെയ്തത്. അങ്ങനെ ഞാൻ 11th ബിയും അവർ 11th എയിലുമായി. അവർ ബയോ മാത്സ് ആണ് ചൂസ് ചെയ്തത്. അവർ ചെയ്ത നല്ല ഡിസിഷനാണ്. കാരണം അവർ അവരുടേതായ കാര്യങ്ങൾ നോക്കി അവരുടെ ഇഷ്ടം അനുസരിച്ച് അവർ ചൂസ് ചെയ്തു. അത് അവർക്ക് നല്ലതേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അതാണ് അവർ ചെയ്താണ് റൈറ്റ് കാര്യം, അതാണ് അങ്ങനെയാണ് ചെയ്യേണ്ടത്. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഫ്രണ്ട്സ് കൂടെ പഠിക്കുക, ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും, അവരെപ്പോഴും ഉണ്ടാവും എന്നൊക്കെയുള്ള എന്തൊക്കെയോ കുറെ മായ ലോകത്തിരുന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഉടൻ തന്നെ അവിടെ തന്നെ ആ ബയോ ഹിന്ദി വെച്ച് തുടരാന്ന് വെച്ചു. എന്തായാലും അവർ അവിടെ തന്നെ ഉണ്ടാവല്ലോ, സ്കൂൾ മാറേണ്ടി വരുമല്ലോ. എന്നാലും എനിക്ക് പറഞ്ഞ ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് ഒന്നും എന്റെ തലയിൽ കയറില്ല. എനിക്ക് ഇഷ്ടമല്ല. ഞാൻ വീട്ടിൽ ചെന്നാലും എനിക്ക് അങ്ങോട്ട് പഠിക്കാനോ അല്ലെങ്കിൽ അത് അങ്ങോട്ട് എനിക്ക് പറയുന്ന വലിയ സയന്റിഫിക് നെയിംസോ അല്ലെങ്കിൽ ഈ പറയുന്ന ക്ലാസ് ഓർഡർ എന്നൊക്കെ പറഞ്ഞ ഓരോ സാധനങ്ങൾ, അല്ലെങ്കിൽ ഈ സോൾട്ട് അനാലിസിസ് എന്ന് പറഞ്ഞ ഒരേ കളറിലുള്ള കുറെ പൊടി എടുത്തിട്ട് ഇങ്ങനെ അനാലിസിസ് ചെയ്യുക, അതിൽ കുറെ റെക്കോർഡ് എഴുതുക, ഇതൊന്നും എന്നെ സംബന്ധിച്ച് എനിക്ക് ഇഷ്ടമേ അല്ലാത്ത കാര്യമായിരുന്നു. എന്തിനാണ് ഞാൻ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ആ റീസൺസ് ആണ് അന്ന് തോന്നുന്നത്. അന്നത്തെ പ്രായത്തിന് ഇമ്മച്യൂരിറ്റി കൊണ്ടാവാം. അമ്മ ഒത്തിരി പറഞ്ഞതാണ്, നീ ഹ്യൂമാനിറ്റീസ് എടുക്ക്. ഹ്യൂമാനിറ്റീസ് എന്ന് പറയുമ്പോൾ പൊതുവെ നാട്ടുകാർക്ക് അയ്യോ ഹ്യൂമാനിറ്റീസ് എടുത്തു കഴിഞ്ഞാൽ നീ എന്താ മാർക്ക് പറഞ്ഞതാ, അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ. അപ്പം എല്ലാവരും പറഞ്ഞു. പക്ഷെ എനിക്ക് ഒരു പക്ഷെ ആ കാഴ്ചപ്പാട് അന്ന് എന്നെ സ്വാധീനിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാൻ അന്ന് അതിനെ എടുത്തില്ല. ഞാൻ ആ ഹ്യൂമാനിറ്റീസ് എടുക്കാതെ ഞാൻ സയൻസിൽ തന്നെ തുടർന്നു. പിന്നെ എന്റെ ഫ്രണ്ട്ഷിപ്പാണ് ഞാൻ അതിന് ഇമ്പോർട്ടൻസ് പ്രയോറിറ്റി കൊടുത്തത്. അവരവിടെ ബയോമാക്സിൽ അവർ ഈസി ആയിട്ട് പോയി, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ ഓരോ ദിവസവും ഓരോ വർഷം പോലെയായിരുന്നു എനിക്ക് കടന്നു പോയിക്കൊണ്ടിരുന്നത്. എനിക്കൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ സ്വാഭാവികമായിട്ട് പഠിക്കാൻ പറ്റുന്നില്ല, മനസ്സിലാവുന്നില്ല. ടീച്ചേഴ്സ് ആണെങ്കിലും ഞാൻ ആരെയും മെൻഷൻ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ആരെയും എടുത്ത് കുറ്റം പറയുകയല്ല. എനിക്ക് എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ അവരെന്നോട് ഭയങ്കരമായ ടോക്സിസിറ്റിയിലാണ് അവരെന്നോട് പെരുമാറിയത്. അപ്പം വളരെ ഡിമോട്ടിവേറ്റിംഗ് ആയിട്ടാണ് എനിക്ക് അവരുടെ ഓരോ കാര്യങ്ങളും തോന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പൊ പറയല്ലോ, മാത്സ് ഒക്കെ തന്നെ പലരും വെറുക്കുന്നത് ടീച്ചേഴ്സിന്റെ ഇടപെടലുകൾ കൊണ്ടായിരിക്കുന്നുള്ളത്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് എന്റെ ലൈഫിൽ അങ്ങനെ ആയിരുന്നു. പല ടീച്ചേഴ്സിന്റെ ഇടപെടലുകൾ കൊണ്ടും കൂടിയാണ് പല സബ്ജക്റ്റുകളെ ഞാൻ വെറുത്തത്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോഴും അമ്മയ്ക്കൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഞാൻ ഇത്രയും നാളും അങ്ങനെയൊന്നും ഫെയിലിയറോ അങ്ങനെ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാക്കാത്ത ഒരാളെന്ന നിലയ്ക്ക് ഞാൻ എങ്ങനെയെങ്കിലും ഒക്കെ ജയിച്ചു പോകുമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ റിസൾട്ട് വന്ന ദിവസം ഞാൻ ഫെയിലായി. 2 സബ്ജക്ട് ഫെയിലായി കഴിഞ്ഞാൽ 12th എലിജിബിലിറ്റി കിട്ടില്ല. ഞാൻ ഫെയിലായത് അറിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു വീട്ടിൽ വലിയ രീതിയിലുള്ള ഭൂചലനം ഉണ്ടാവും, ഭൂകമ്പം ഉണ്ടാവും എന്നൊക്കെയാ വിചാരിച്ചു. എന്റെ അപ്പൂപ്പൻ ഭയങ്കര ടെററായിട്ടുള്ള ഒരാളാണ്. എന്നെ പേഴ്സണലി അറിയുന്നവർക്കറിയാം എന്റെ അപ്പൂപ്പൻ എത്ര ടെററായിരുന്നു. അപ്പൊ ആ അപ്പൂപ്പൻ പോലും, അത് എനിക്ക് ഇപ്പോഴും നന്ദി പറയാനുണ്ട് അവരോട്. ഞാൻ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഞാൻ തോറ്റു, അല്ലെങ്കിൽ ഞാൻ ഫെയിലായി എന്നറിഞ്ഞപ്പോ എന്റെ അമ്മയോ അമ്മൂമ്മയോ അപ്പൂപ്പനോ ഒന്നും ഒരിക്കലും എന്നെ കുറ്റം പറഞ്ഞില്ല, വഴക്ക് പറഞ്ഞില്ല, അടിച്ചില്ല. അല്ലെങ്കിൽ അമ്മ എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു, കുഞ്ഞമ്മ എന്നെ വിളിച്ച് ആശ്വസിപ്പിച്ചു. പിന്നെ അപ്പൂപ്പനാണെങ്കിലും കുഞ്ഞിനെ ഒന്നും പറയരുത്, വഴക്കൊന്നും പറയരുത് എന്ന് പറഞ്ഞു. അത്രത്തോളം സപ്പോർട്ടീവ് ആയിരുന്നു എന്റെ ഫാമിലി. എനിക്ക് അങ്ങനെ ഒരു തരത്തിലുള്ള പ്രഷറോ, എനിക്ക് അങ്ങനെ തോറ്റു എന്ന് പോലും തോന്നിയില്ല. പക്ഷെ സ്റ്റിൽ നാട്ടിലുള്ളവരും പിന്നെ എന്റെ സ്കൂളിലുള്ളവരും അങ്ങനെ കുറെ പേര് എന്നെ അതിലേക്ക് തള്ളിവിട്ടു. ഞാൻ എന്തോ സൊസൈറ്റിയിൽ വേണ്ടാത്ത എന്തോ ഒരു ആളാണ്, അല്ലെങ്കിൽ ഞാൻ ഒട്ടും വെർത്തല്ല എന്നെന്തൊക്കെയോ എന്റെ മനസ്സിൽ കുറെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് തോന്നിപ്പിച്ചു. ആൻഡ് അങ്ങനെ കോംപ്ലക്സ് തോന്നിപ്പിച്ചത് കൊണ്ട് തന്നെ എനിക്ക് സൂയിസൈഡൽ ടെൻഡൻസീസ് വരെ ചില സമയത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. മീൻസ് ഇതിപ്പോ എന്റെ അമ്മ കാണുകയാണെന്നുണ്ടെങ്കിൽ എന്റെ അമ്മയ്ക്ക് പോലും പലതും അറിയത്തില്ല. എന്നുവെച്ചാൽ ഞാൻ ഒരു ദിവസം ഞാൻ ബ്ലേഡ് എടുത്ത് എന്റെ കൈയുടെ ഇവിടെ വരെ ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇങ്ങനെ വെച്ചിട്ട് ഞാൻ കുറച്ച് ഇങ്ങനെ വരയ്ക്കുക, മീൻസ് ഇങ്ങനെ കുറച്ചിങ്ങനെ ഉരച്ച് ബ്ലേഡ് വെച്ച് ഉരച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. ധൈര്യം ഇല്ലാത്തത് കൊണ്ട് എന്നത് ചെയ്യേണ്ടി വന്നില്ല. പക്ഷെ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഞാനിവിടെ ഇരിക്കുന്നുണ്ടാവില്ലായിരിക്കും. അപ്പൊ അത്രത്തോളം വേഴ്സ്റ്റ് സിറ്റുവേഷനിലൂടെ കടന്നുപോയി. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് ലോകാവസാനമാണ്, ഇനി പറ്റില്ല, ഇനി എന്നെ കൊണ്ടൊന്നും പറ്റില്ല, എങ്ങനെയും ഒക്കെ ജീവിക്കാം, അല്ലാതെ അതിനപ്പുറത്തേക്ക് എന്റെ സ്വപ്നങ്ങളോ അല്ലെങ്കിൽ എന്റെ ലൈഫ് എന്തെങ്കിലും പ്രോസ്പെറിറ്റിയിലൊന്നും എത്തുമെന്നൊന്നും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ഞാൻ മൊത്തത്തിൽ പോയി കിടക്കുമായിരുന്നു. അപ്പൊ എനിക്ക് അന്ന് ഫേസ്ബുക്ക് ഉണ്ടായിരുന്നു, ഫേസ്ബുക്ക് എടുക്കാൻ പറ്റുന്നില്ല, ആൾക്കാരോട് എനിക്ക് റിസൾട്ട് എന്താണെന്ന് പറയാൻ പറ്റുന്നില്ല, എനിക്ക് അവരെ ഫേസ് ചെയ്യാൻ വയ്യ. പിന്നെ എന്റെ ഫ്രണ്ട്സ് ഒക്കെ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറെ വീട്ടിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കുറെ പേര്. പക്ഷെ നമ്മുടെ അവസ്ഥ, നമ്മൾ കടന്നു പോകുന്ന അവസ്ഥയൊന്നും അങ്ങനൊന്നും വന്നാൽ പറ്റില്ലല്ലോ. അവര് എങ്ങനെയൊക്കെ എന്താ പറയാ, അവരതിനെ അടുത്ത സ്റ്റെപ്പിലേക്ക് അവർ കടക്കുമ്പോൾ ഞാൻ അപ്പോഴും ആ സ്റ്റെപ്പിൽ നിന്ന് താഴേക്ക് വീഴുന്നൊരവസ്ഥ, അത് പലർക്കും ഊഹിക്കാൻ പറ്റുമല്ലോ. അങ്ങനെ ഒരു വേഴ്സ് സിറ്റുവേഷനിൽ നിൽക്കുമ്പോഴാണ് എന്നെ
അമ്മ തന്നെ എന്നോട് പറഞ്ഞു, അമ്മയും കുഞ്ഞമ്മയും അമ്മമ്മ എല്ലാവരും പറഞ്ഞു നമ്മുടെ വീട്ടിൽ എല്ലാവരും നല്ല എഡ്യൂക്കേറ്റഡ് ആണ്, നീ പഠിക്കാൻ പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്നെ +1 സെന്റ് മേരീസ് MMGHS, ഇപ്പം അത് ബോയ്സ് സ്കൂളും കൂടാണ്, മിക്സഡ് സ്കൂളാക്കി. അന്ന് ഞാൻ ചേരുമ്പോൾ ഗേൾസ് സ്കൂളായിരുന്നു. അടൂര് നമ്മുടെ KSRT സ്റ്റാൻഡിന്റെ ബാക്കിലുള്ള സ്കൂളാണ്. അവിടെ എയ്ഡഡ് സ്കൂളാണ്. അപ്പം അവിടെ കൊണ്ട് എന്നെ ചേർത്തു. ഹ്യൂമാനിറ്റീസിനാണ് അഡ്മിഷൻ എടുത്തത്. എനിക്ക് ഇഷ്ടമുള്ള സ്ട്രീം ഞാൻ എടുത്തു. ഇനി അങ്ങോട്ട് ആരും ഫ്രണ്ട്സിന് വേണ്ടിയിട്ടുള്ള ഒരു വിട്ടുവീഴ്ചകളൊന്നുമില്ല. സ്ട്രേറ്റ് എന്റെ ആഗ്രഹം, എന്റെ ഇഷ്ടം എന്താണോ അത് ഞാൻ തിരഞ്ഞെടുത്തു. അങ്ങനെ തിരഞ്ഞെടുത്തു. ഞാൻ അവിടെ ചേർന്നു. ആദ്യം എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് കരയുമായിരുന്നു. എനിക്ക് പറ്റുന്നില്ല. എനിക്ക് ഒന്നാമത്തെ കാര്യം ബോയ്സ് ഒന്നുമില്ല. ഞാൻ മിക്സഡ് സ്കൂളിൽ പഠിച്ചിട്ട് പെട്ടെന്ന് ഗേൾസ് ഉള്ളിൽ, അതും സ്റ്റേറ്റിലോട്ട് എന്റെ കുറെ പ്രജഡിസ് ഉണ്ടല്ലോ. ഞാൻ ഇങ്ങനെയാണ് വിചാരിച്ചിരുന്നത്, ഇവിടെ ഇങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ച് ഇരുന്ന് പോയപ്പോൾ എനിക്ക് പറ്റുന്നില്ല അവിടെ പോവാൻ. അപ്പൊ എന്റെ കൂടെ ആദ്യമായിട്ട് എന്റെ കൈ പിടിച്ച് എന്നെ ഓക്കെ നമ്മളിവിടെ നല്ല ഫ്രണ്ട്സ് ആവാന്നൊക്കെ പറഞ്ഞ് എന്റെ കൈ പിടിച്ച് വന്നത് എന്റെ ഫ്രണ്ട് അഫ്സാനയാണ്. അഫ്സാന ഈ വീഡിയോ ഒരു പക്ഷേ കാണുന്നുണ്ടാവാം. അപ്പോൾ അഫ്സാന ആണ് എന്നെ ആദ്യമായിട്ട് അവിടെ ഒരു ഫ്രണ്ട് എനിക്ക് സ്കൂളിൽ കിട്ടുന്നത്. അങ്ങനെ കുറെ നാളുകൾക്ക്, ഏകദേശം കുറച്ച് മാസങ്ങൾക്ക് ശേഷം എനിക്ക് അങ്ങനെ എന്റെ ലൈഫിൽ പുതിയൊരു ഒരു ഇല ഉണ്ടാവുകയാണ്. കഴിഞ്ഞ് വാടിയ ചെടിയിൽ ഒരു പുതിയ ഇല ഒന്നേന്ന് ജീവൻ തുടിക്കുകയാണ്, ഒന്നേന്ന് അത് തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്ന ഒരവസ്ഥ. അപ്പൊ അങ്ങനെ ആ 2 വർഷം +1 +2 ആ 2 വർഷമാണ് എന്റെ ലൈഫിലെ ഗോൾഡൻ പീരീഡ് എന്ന് പറയുന്നത്. ഞാൻ ഇന്ന് എന്തെങ്കിലും ആയിട്ടുണ്ടോ അത് എന്റെ സെന്റ് മേരീസിലെ ടീച്ചേഴ്സും എന്റെ അവിടുത്തെ ഫ്രണ്ട്സും ഒക്കെ കൊണ്ടാണ്. അവര് ഇത്രത്തോളം നല്ല ടീച്ചേഴ്സ് ഈ ലോകത്തുണ്ടെന്നുള്ളത് എന്നെ പഠിപ്പിച്ചത് എന്നെ സെന്റ് മേരീസിലെ ടീച്ചേഴ്സാണ്. ഇന്നും ഞാൻ എന്തൊരു നല്ല അച്ചീവ്മെന്റ് വരുമ്പോഴും എന്തെങ്കിലും എനിക്കൊരു മനസ്സ് ഡൗൺ ആകുമ്പോഴും ഒക്കെ ഞാൻ അവിടെ ചെന്നാണ് എന്നെ റീചാർജ് ചെയ്യുന്നത്. വേറെ ഒരിടത്തും എനിക്ക് അത്രയും ഒരു സമാധാനവും സന്തോഷവും ഒന്നും കിട്ടിയിട്ടില്ല. എന്നെ ഇപ്പോഴും അത്രത്തോളം സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ടീച്ചേഴ്സാണ് എനിക്ക് സെന്റ് മേരീസ് സമ്മാനിച്ചത്. ദൈവം നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ പോകുമ്പം നമ്മൾ വിചാരിക്കാതെ അവസാനമാണെന്നുണ്ടെങ്കിലും നമുക്ക് അതിനേക്കാളും മനോഹരമായിട്ടുള്ള എന്തൊക്കെയോ വെച്ചിട്ടുണ്ടെന്നുള്ളത് പലരും പറഞ്ഞിങ്ങനെ മോട്ടിവേഷനായിട്ട് പറഞ്ഞു കേട്ടിട്ടില്ലല്ലാതെ ലൈഫിൽ അത് എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ അത് ഒരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഫീലിംഗ് ആയിരുന്നു. പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതിനുശേഷം ഞാൻ UG ക്കും PG ക്കും പഠിച്ച് അവിടെയും പല പല പ്രശ്നങ്ങൾ ഉണ്ടായി, അവിടെയും കുറെ കാര്യങ്ങൾ ഉണ്ടായി. അപ്പം അതൊക്കെ പിന്നീട് എപ്പോഴെങ്കിലും ഒരു വീഡിയോയിൽ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. എനിവേ ഞാൻ അങ്ങനെ PG ക്കും UG ക്ക് എസ്പെഷ്യലി എനിക്ക് 8th പൊസിഷൻ കിട്ടി ആൻഡ് PG ക്ക് 6th പൊസിഷൻ യൂണിവേഴ്സിറ്റി കിട്ടി. ഫസ്റ്റ് 10 പൊസിഷൻ കിട്ടുമ്പോഴാണ് യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് അവാർഡ് ചെയ്യുന്നത്. ആദ്യത്തെ 10 ടോപ്പേഴ്സിനാണ്, ടോപ്പ് 10 സ്റ്റുഡൻസിനാണ്, ടോപ്പ് 10 ഗ്രേഡ് ഉള്ളവർക്കാണ് യൂണിവേഴ്സിറ്റി തരുന്നത്, സർട്ടിഫിക്കറ്റ്സ് അവാർഡ് ചെയ്യുന്നത്. അങ്ങനെ UG യുടെ സർട്ടിഫിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എനിക്ക് അവാർഡ് ചെയ്തു. PG യുടെ ഇതുവരെ കിട്ടിയിട്ടില്ല, അപ്ലൈ ചെയ്തിട്ടില്ല, കിട്ടും. ആൻഡ് പക്ഷെ കോളേജിൽ നിന്ന് അതിനുള്ള അംഗീകാരം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപക്ഷെ ഞാൻ അത്രയും നന്നായിട്ട് പഠിച്ചതും എനിക്ക് അങ്ങനെ ജയിക്കണം എന്ന് ഓരോ തവണ വാശി ഉണ്ടായതും ഒക്കെ എനിക്ക് ആ ഒരു ഇൻസിഡന്റ് കൊണ്ടാണ്. ഇന്നും എന്നെ ഞാൻ ആദ്യം വീഡിയോ തുടങ്ങുമ്പോൾ പറഞ്ഞ പോലെ എൻ്റെ ഏറ്റവും വലിയ ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് എൻ്റെ ഈ ഇൻസിഡന്റ് ആണ്. അപ്പോൾ നമ്മൾ പല കാര്യങ്ങളും അവസാനമാണെന്ന് വിചാരിക്കുമ്പോൾ ഒരിക്കലും അതിനെ അവസാനമായിട്ട് എടുക്കാതിരിക്കുക. ഇപ്പൊ എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണെങ്കിൽ ഒരുപാട് പേര് ഒരുപക്ഷെ എന്നെ പരിഹസിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഒരുപാട് പേര് നെഗറ്റീവ് പറയുന്നുണ്ടാവാം. പക്ഷെ ഐ ഡോണ്ട് കെയർ. നമുക്ക് എന്തെങ്കിലും ഇന്ന് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ, നമുക്ക് എന്തെങ്കിലും ഒരു സ്കിൽ ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ, നമ്മളിത് ചെയ്യുക. അത് മറ്റാർക്കും വേണ്ടിയിട്ടും ആവരുത്, നമുക്ക് വേണ്ടിയിട്ടാവണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ഇങ്ങനെ ഇരിക്കുന്നതും എൻ്റെ ഈ പറയുന്ന ലൈഫിൽ ഉണ്ടായ ചില കാര്യങ്ങൾ കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ എനിക്ക് ഇവിടെ വരെ എത്താൻ പറ്റിയതിൽ എനിക്ക് ഈശ്വരനോടും എൻ്റെ വീട്ടുകാരോടും എൻ്റെ ടീച്ചേഴ്സിനോടും എൻ്റെ ഹസ്ബൻഡ് എസ്പെഷ്യലി ഡിഗ്രി മുതൽ ഞങ്ങൾ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ്. അപ്പം അന്ന് മുതലേ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ഹസ്ബൻഡ് ഉണ്ട്. എന്തൊരു കാര്യത്തിനാണെങ്കിലും എനിക്ക് സാധനം എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ എന്നെ വാങ്ങിച്ചുകൊണ്ട് വരാം, എവിടെയെങ്കിലും കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അപ്പോൾ എന്നെ എക്സാമിനോ എന്ത് വേണമെങ്കിലും കൊണ്ടുപോകും. അങ്ങനെ വളരെ സപ്പോർട്ടീവ് ആയിട്ടൊരു ഫാമിലി എനിക്ക് ഈശ്വരൻ തന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം. അപ്പോൾ എനിക്ക് കുറച്ച് ലോങ് ആയി പോയി എന്നറിയാം ഈ വീഡിയോ. പക്ഷെ എനിക്ക് ചില കാര്യങ്ങൾ പറയാതെ എനിക്ക് അങ്ങോട്ട് ഒരു സമാധാനം തോന്നിയില്ല. എല്ലാവരും എന്നെ ഞാനാക്കിയതിന്റെ ഒരു മേജർ ഫാക്ടർ എനിക്ക് ഇവിടെ ഡിസ്ക്ലോസ് ചെയ്യണമെന്ന് തോന്നി. അൺഫിൽറ്റർഡ് വൈഷ്ണവി എന്നുള്ള എന്റെ യൂട്യൂബ് ചാനലിലെ തന്നെ അതിനെ കുറച്ചുകൂടി അർത്ഥമാക്കുന്നത് എന്റെ ഈ ലൈഫിലെ ചില ഇൻസിഡൻസിനെ ഞാൻ അതേപോലെ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ പറയുമ്പോഴാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നിങ്ങളുടെ കമന്റ്സ്, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങളുടെ കമന്റ്സ് ആയിട്ട് രേഖപ്പെടുത്തുക. ആൻഡ് പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻസ് ഓൺ ചെയ്യുക, ആൻഡ് എന്നെ സപ്പോർട്ട് ചെയ്യുക. ആൻഡ് പുതിയ നല്ല വീഡിയോസ് ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ സീ യു ദെൻ, ബൈ.